ഇവനാണ് സാറേ ആള്. എന്താ മോനെ പേര്? ബാലഗോപാൽ എന്നാ സാർ. ബാലഗോപാൽ, നല്ല പേര്. എന്താ ജോലി? അറ്റൻഡറാ സാറേ, മെഡിക്കൽ കോളേജിൽ. ആ, അറ്റൻഡർ ആണല്ലേ? അതായത് അവിടെ വരുന്ന പെണ്ണുങ്ങളെ മാത്രം അറ്റൻഡ് ചെയ്യുക, അതല്ലേ? എടാ, നിനക്ക് ആ കത്തിക്കരിഞ്ഞ പെണ്ണിനെ മാത്രമേ കിട്ടിയുള്ളൂടാ. വേറെ ഈ ലോകത്ത് പെണ്ണുങ്ങളേ ഇല്ലേ? ഇത്ര വൃത്തികെട്ട ഒരു കാമപ്രാന്തനായി പോയല്ലോടാ നീ. അയ്യേ, നീ കല്യാണം കഴിച്ചാണ്? 3 മാസമായി സാറേ കല്യാണം കഴിഞ്ഞിട്ട്. 3 മാസമേ ആയുള്ള? അയ്യോ, എടാ, ഉറച്ച ഒരു സർക്കാരിന് വേണ്ടി ആഞ്ഞാഞ്ഞ് വോട്ട് ചെയ്യേണ്ട സമയത്ത് നീ പോയി ഈ ചെറ്റത്തനം കാണിച്ചാലോടാ, വൃത്തികെട്ടവനെ, അലവലാതി. ജോസഫേ സാർ, നമുക്ക് ഈ ബാലഗോപാലിനെ എണ്ണ തേപ്പിക്കട്ടെ. പിന്നെന്താ സാറേ, ഇപ്പൊ കൊണ്ടുവരാം. വേഗം. ശരി സാർ. സാർ 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 പ്ലീസ് സാർ. ദേ, അങ്ങോട്ട് പോയി അവന്മാരുടെ കൂടെ നിൽക്കും. ഈ സൈലൻസ് എനിക്ക് തീരെ ഇഷ്ടമല്ല. വയലൻസ് ഉള്ള ഒരു സിനിമ ഇടാം. ഇടിക്കുള്ള സാറിന് ഇന്ന് ഏതോ രക്തസാക്ഷിയെ കിട്ടിയിട്ടുണ്ടല്ലോ സാറേ. പീഡന കേസാണ്. ഇന്ന് അവന്റെ പൊങ്കാലയാണ്. അല്ല, ഇടിക്കുള്ള സാറിന്റെ റിട്ടയർമെന്റ് അടുത്ത ആഴ്ചയല്ലേ സാറേ? ലീവ് എടുത്ത് 2 പെഗ് അടിച്ച് വീടിരിക്കേണ്ട സമയം. അല്ലെങ്കിൽ എല്ലാവർക്കും പണി കൊടുത്താണല്ലോ അങ്ങനെ ഒരു ശീലം. എന്തൊരു ജന്മമാണോ എന്തോ. ഇതിൻ്റെയൊക്കെ പാവം എവിടെ കൊണ്ട് വയ്ക്കുമോ എന്തോ. അനുഭവിക്കട്ട്. പെണ്ണുമ്പിള കളഞ്ഞിട്ട് പോയല്ലേ. ഒരു മോനാണോ ഉള്ളത്. അവങ്ങ് അമേരിക്കയിൽ മദാമേനോട് സൂയിക്കുകയാണ്. കണ്ണിന് നേരെ കണ്ടുവിടാ. അങ്ങേരെ ഭാര്യ തിരിച്ചു വരുമോ സാറേ? വരും. 4-5 വർഷം അവിടെ അവർ പോയിട്ട് വിളിക്കാറ് പോലുമില്ല. അല്ലെങ്കിൽ തന്നെ സുബോധമുള്ള ആരെങ്കിലും അയാളോട് താമസിക്കൂ സാറേ. ബില്ലൂടെ. പിന്നെ ഇത് പറ്റി എഴുതിക്കോണേ. ഞാനാണെ പേഴ്സ് എടുത്തില്ല കേട്ടോ. അല്ലെങ്കിൽ തന്നെ എന്നാ പേഴ്സ് എടുക്കുന്നത്? എന്താ സഖാവ്, എന്താ അറിയണ്ടേ? അവനെ എന്ത് ചെയ്തെന്നോ? അതൊരു പരിഹാരക്രിയ കഴിഞ്ഞു. അടുത്തൊരു സുദർശന ഹോമം കൂടെ ഉണ്ട് കേട്ടോ. ഫോൺ വെച്ചിട്ട് പോടാ പുല്ലേ. ഇടുക്കുള്ളടത്താ കളി. ആരടാ ഇത്ര ചൂടായിട്ട് വാങ്ങിച്ചോണ്ട് വന്നേ? കൊള്ളാം. കൈ നിൽക്കണില്ല, ചൂട്. എടാ മോനെ, എള്ളുണങ്ങുന്നത് എണ്ണയ്ക്ക് വേണ്ടിയാ. 5 പൈസ വാങ്ങിക്കാതെ നിന്നെ ഇവിടെ നിന്ന് വിടാനായിട്ട് നീ ആരെന്റെ പെങ്ങടാ മോനോ? വല്ല ഉണക്ക സഖാക്കന്മാരുടെ വക്കാലത്ത് മാറ്റോണ്ട് ഇടിക്കളെ ഉണ്ടാക്കാൻ വരരുതേ. വന്നാ ഇതായിരിക്കും അവസ്ഥ. എടുത്ത് അകത്തോണ്ടിട്. സാർ, ഞാൻ ആ ബാലഗോപാലിന്റെ അച്ഛനാണ് സാർ. ഏത് ബാലഗോപാല്? ആ മെഡിക്കൽ കോളേജില് പീഡന കേസ്. അവനൊരു തെറ്റ് പറ്റിപ്പോയി സാറേ. എങ്ങനെയെങ്കിലും അവനെ നിറക്കി തരണം. അവനിപ്പോ പരമസുഖമല്ലേ? 5 പൈസ ചെലവില്ലാതെ 4 നേരം ഞണ്ണ. സർക്കാർ ചെലവിൽ സുഖമായിട്ട് കിടന്ന് ഉറങ്ങാം. പിന്നെ രാവിലെ ഇത്തിരി നേരം തൂറാൻ ക്യൂ നിൽക്കണം, അത്രേ ഉള്ളൂ. നേരത്തെ പോയാൽ അതും ഓക്കെ. എന്റെ പൊന്നു സാറേ, ക്ഷമിക്കണം. സാറിനെ നേരത്തെ വന്ന് കണ്ടിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും വരില്ലായിരുന്നെന്ന് ഞാൻ അറിഞ്ഞില്ല. അറിഞ്ഞ പാടെ ഇറങ്ങിയതാ. ജലപാനം തൊട്ടിട്ടില്ല. ഇനിയിപ്പോ ഇഷ്ടം പോലെ കഴിക്കാമല്ലോ. വളഞ്ഞു വിറ്റാതെ കാര്യം പറ, എനിക്ക് വേറെ പണിയുണ്ട്. സാറ് പറഞ്ഞ് എന്ത് വേണമെങ്കിലും ചെയ്യാം. എന്റെ മോനെ ഒന്ന് ഇറക്കിത്തരണം. പേരെന്തെന്നാ പറഞ്ഞേ? നാരായണ പണിക്കർ. പണിക്കരേ, ഓരോ കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യണം, ഇല്ലെങ്കിൽ നാറ്റ കേസാവും. മെനക്കെട്ട കേസാണ്. പണിക്കർ ഇതുവരെ വന്നല്ലേ? എന്തെങ്കിലും വഴി ഉണ്ടാക്കാം. ഞാനൊരാളെ പറഞ്ഞുതരാം, അയാളെല്ലാം സെറ്റാക്കി തരും. വലിയ ക്രിമിനൽ ലോയറാ, ആദർശ് ബേബി. പേര് കേട്ട് പേടിക്കണ്ട, ആദർശം പേരിൽ മാത്രമേ ഉള്ളൂ. നമ്മുടെ കോടതിയിലെ ആ ജംഗ്ഷൻ ഉണ്ടല്ലോ, അവിടെ വലത് സൈഡിൽ ആദ്യത്തെ ബിൽഡിങ്. ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞ് പോയി സംസാരിച്ചാൽ മതി. അതെ, ഇതുവരെ വന്നല്ലേ? ആ ജംഗ്ഷനിലെ ഒരു കടയുണ്ട്, അവിടെ നിന്ന് ഒരു 4 കവർ പാലും 2 പാക്കറ്റ് ദോശമാവും. ശരി സാർ.
ഒരു പാക്കറ്റ് സിഗരറ്റ് കൂടെ വാങ്ങിച്ചോളൂ. എനിക്കാന്ന് പറഞ്ഞാൽ മതി, തരും. ശരി സാറേ. സാറേ, വിശ്വനാഥ് ശർമ്മയുടെ കേസിൽ എന്നാണ് റിട്ട് ഫയൽ ചെയ്യേണ്ടത്? ആ ആ ശരി സാർ, ഓക്കെ, അങ്ങനെ ചെയ്യാം. ഓക്കെ സാർ. നമസ്കാരം. എന്ത് കേസാണ്? LC ആണോ NC ആണോ? ഓ, ഐ മീൻ ലോക്കൽ കേസാണോ നൊട്ടോറിയസ് കേസാണോ? ഞാൻ DSP ഇടിക്കുള്ള സാർ പറഞ്ഞിട്ട് വന്നതാ. ഇവിടുത്തെ സാറിനെ കണ്ടാൽ. ഇടിക്കുള്ള സാർ പറഞ്ഞിട്ട് വന്നാണോ? എങ്കിൽ NC യാ. ഇരിക്കൂ. ആദർശ് സാർ ഇപ്പൊ വരും. പിന്നെ സാർ അത്ര പെട്ടെന്നൊന്നും കേസ് ഏറ്റെടുക്കാറില്ല. ഒരു ടോട്ടൽ സ്റ്റഡി നടത്തിയിട്ടേ പ്രൊസീഡ് ചെയ്യൂ. കുടിക്കാൻ ചായ വേണോ കോഫി വേണോ? എനിക്ക് ചായ മതി. ഏയ് അല്ലല്ല, പിന്നെ കേസിന്റെ ഡീറ്റെയിൽസ് എല്ലാം കേട്ട് കഴിഞ്ഞ് സാർ കുടിക്കാൻ ചായ വേണോ കോഫി വേണോ എന്ന് ചോദിച്ചാൽ രക്ഷപ്പെട്ടു. എങ്കിൽ കേസ് പ്രൊസീഡ് ചെയ്യാം എന്നാണ് അർത്ഥം. ഓ, ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ് സാർ, ഇദ്ദേഹം ഇടിക്കുള്ള സാർ പറഞ്ഞിട്ട് വന്നതാ. നമസ്കാരം സാർ. വാ. ആ ബിൽഡേഴ്സിന്റെ കാര്യം വലിയ കഷ്ടം തന്നെയാ. അവർ വിളിച്ചോണ്ടിരിക്കുക. ഒരു ഇഞ്ചക്ഷൻ മൂവ് ചെയ്യാൻ പറ്റുമോ നോക്ക്. രാവിലെ ഓരോ ഇത് വലിയ ചെലവുള്ള കേസാട്ടോ. കുഴപ്പമില്ല സാർ, അറേഞ്ച് ചെയ്യാം. മൂവ് ചെയ്യാം? തീർച്ചയായിട്ടും മൂവ് ചെയ്യാം. അപ്പോ സാറിന് കുടിക്കാൻ ചായ കാപ്പിയോ? ഒന്നും വേണ്ട സാർ. എന്നാലും അതല്ലല്ലോ നമ്മുടെ ഓഫീസിൽ വരുമ്പോ. വേണമെന്നില്ല സാർ. എല്ലാം ശരിയാക്കാം. തുഷാരേ, സാർ, സാറിനൊരു കോഫി എടുത്തോ. ശരി സാർ. സ്ട്രോങ് ആയിക്കോട്ടെ. യാദർശ് ബേബി ഒരു കാര്യം ഏറ്റാ പിന്നെ എവിടെയായിരുന്നു വക്കീലേ? കുറെ നേരം ആയല്ലോ. എനിക്കറിയാം സാറേ, കുറേശ്ശെ ആയിട്ട് ഞാൻ തന്നു കിട്ടോളാം. പസി ഇതാ ചിക്കനും മട്ടനും ഇതിലുണ്ട്. ഫുഡ് ഇനി വാങ്ങണ്ട കേട്ടോ. അയ്യോ, ഞാൻ ഓർഡർ ചെയ്തു പോയല്ലോ. അതിനാ പരിപാടി. ഓർഡർ ചെയ്താ പിന്നെ. സാറേ നമസ്കാരം. നമസ്കാരം. ഫുഡ് കൊണ്ടുവന്നതാണ്. അല്ല, അത് ക്യാൻസൽ ചെയ്തേ. ഫുഡ് സാറേ അത് പറ്റൂല, ക്യാൻസൽ ചെയ്യാൻ പറ്റൂല. നമ്മൾ ജീവിക്കാൻ വേണ്ടി നടക്കുന്നതാണ്. സാറ് ഓർഡർ ചെയ്തിട്ട് കൊണ്ടുവന്ന ഫുഡാണ്. അത് സാരമില്ല, സാരമില്ല, കൊണ്ടുപോയിക്കോ. സാറേ അത് പറ്റൂല, ഫുഡ് എടുത്തേ പറ്റൂ. എന്താ പറ്റാത്തത്? നിങ്ങൾ എടുത്തോണ്ട് പോയിക്കോ, കുഴപ്പമില്ല, എടുത്തോണ്ട് പോ. ഞാൻ കുറെ ഫുഡ് ഉണ്ട്, കൊണ്ടുപോയിക്കോ. സാറേ സാർ ഓർഡർ ചെയ്ത ഫുഡാണ്. നമ്മളാരും ഓർഡർ ചെയ്യില്ലല്ലോ. സ്ഥലമുണ്ട്. നിങ്ങൾ പറഞ്ഞിട്ടാണ് ഞാനിത് കൊണ്ടുവന്നത്. അല്ലാതെ പിന്നെ നിങ്ങൾ പറയാതെ ഇവിടെ കൊണ്ടുവരേണ്ട ആവശ്യമില്ലല്ലോ. നിങ്ങളോ? സാറേ ഇത് തിരിച്ചുകൊണ്ടുപോകാൻ പറ്റൂല. ഒരു പോലീസ് ഓഫീസർ നോക്കിയാണോ നിങ്ങളെന്ന് പറഞ്ഞത്? സാറേ ഈ ഫുഡ് കൊണ്ട്. എന്റെ പേര് ജോഷി. സാറ് വേണ്ട. സാറേ ദേഹത്തോട്ട് കളിക്കരുത്. ആണെന്തരം നോക്കി കളിക്കണം. സാറിന് ജോഷി ആരാണെന്ന് ശരിക്കും അറിയില്ല. സാറേ വാ. സാറേ, നല്ല സാധനമുണ്ട്. എന്റെ പൊന്നു, എന്റെ കർത്താവേ, ഇതുപോലുള്ള ബാലഗോപാലന്മാർക്ക് എന്നും പെണ്ണുങ്ങളെ പീഡിപ്പിക്കാനുള്ള അവസരം ഉണ്ടാകണമേ. ആമേൻ. പീഡിപ്പിച്ചാൽ മാത്രം പോരാ, ആ കേസൊക്കെ ഇടിക്കുള്ള സാറ് തന്നെ അന്വേഷിച്ച് നിന്റെ അണ്ണാക്കിലോട്ട് കൊണ്ട് ഇട്ട് തരണേന്ന് കൂടെ പ്രാർത്ഥിക്കും. അതെന്നും ഞാൻ സ്പെഷ്യലായിട്ട് കർത്താവിനോട് പ്രാർത്ഥിക്കാറുണ്ട് സാറേ. ചായ വേണോ കോഫി വേണോ? ഈ പാപമൊക്കെ എവിടെ കൊണ്ട് തീർക്കൂടാ നീ? ഒരു പുണ്യാളച്ചൻ, എന്റെ ഇടുക്കുള പുണ്യാളാ, അനുഗ്രഹിക്കണേ. സാറേ, ഒഴിക്കട്ടെ? രാത്രി വയ്ക്ക്. ഇന്നത്തേക്കുള്ളത് വത്സം കൊണ്ടുവരും. പട്ടാളം അത് മതി. അലമാരി സ്റ്റോക്ക് ഉണ്ടല്ലോ, ഇതിപ്പോ കുടിക്കാലോ. മുണ്ടരുത്, പറഞ്ഞ അനുസരിച്ചാ മതി. കൊണ്ടുപോ. എന്തൊക്കെയുണ്ടോ? അല്ല, അപ്പം ഇവിടെ നിന്ന് എന്താ ചെയ്യുന്നേ? ക്ലാസ് ഉണ്ട്. എന്തൊരു സാധനം. ഇയാളൊന്ന് വടിയായി കിട്ടിയായിരുന്നാല് ഈ സാധനമൊക്കെ കുടിച്ച് മരിച്ചേനെ. സാറേ, അത് പിന്നെ കുടിക്കാം. ഇപ്പൊ ഉള്ളത് ഒന്നും വന്നില്ല. എടാ വാസി, ഇന്നലെ നീ മോളത്തെ ആ മുറി ക്ലീൻ ചെയ്തോ? എന്റെ പൊന്നെ സാറേ, അത് വൃത്തിയാക്കി എന്റെ പരിപ്പിളകി. ഈ മാറാല പിടിപ്പിച്ചിട്ടേക്കണ കാട്ടിന്നുള്ളത് സാറിന് ഇത് വാടക കൊടുത്ത കാശ് കിട്ടൂലേ? ശരിയാ, നല്ല ഐഡിയ. വേണേ ആലോചിക്കാം. ലെഗ് പീസ് ഒന്നുമില്ലേ? ഇനിയിപ്പോ ചിക്കനും വെള്ളവും കഴിച്ചാലോ? മത്സ്യമാൻ ഉണ്ടെന്നോ? ഒന്നോ
ഇയാൾ കുറെ നേരമായാലും എന്നെ ഫോളോ ചെയ്യുന്നു. ഇനി മഫ്തിയിലുള്ള എക്സൈസുകാരനാണോ? ഏയ്, മാസപ്പടി കൃത്യമായിട്ട് കൊടുക്കണാണല്ലോ. ആരാ? എന്താ? തങ്കപ്പൻ തബലിസ്റ്റാണ്. ഇൻട്രിക്ക തങ്കപ്പൻ എന്ന് പറഞ്ഞാൽ ഗാനമേള ഫീൽഡിൽ എല്ലാവരും അറിയും. എൻ്റെ തബലുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ നിന്ന് കളിക്കും. ഞണ്ടിരിക്കി തങ്കപ്പൻ? ഞണ്ടിരിക്കല്ല, ഇൻട്രിക്ക തങ്കപ്പൻ. എന്ത് തങ്കപ്പനാനും വേണ്ടില്ല, കുപ്പിയായിട്ട് കറങ്ങാനേ. ഇത് മാവേലി സ്റ്റോർ അല്ല, DVSP സാറ് വീടാ. മൂപ്പര് കണ്ടാലുണ്ടല്ലോ. പ്ലീസ് ഒറ്റ പെഗ് മതി. ഓഹോ, അപ്പൊ കൈവറേന്റെ ആളല്ലേ? എൻ്റെ അടുത്ത് വരുന്ന കസ്റ്റമേഴ്സിനെ ഞാൻ നിരാശപ്പെടുത്താറ്. മതി മതി, ആ ഒരു വാക്ക് കേട്ടാ മതി. ഒഴിച്ചാട്ടാ. ഒഴിക്കൊന്നും വേണ്ട, കംപ്ലീറ്റ് ആയിട്ട് വെച്ചു. എത്രയാ? 250. ഓ, ഇച്ചിരി കുറയ്ക്കേ. എന്തെങ്കിലും ഒന്ന് കുറച്ചുകൂടെ? കുറയ്ക്കാം. പൈസ കുറയ്ക്കില്ല, ഇത് അയ്യോ, പറഞ്ഞ പൈസ തന്നാ പോരെ. ഞാൻ ഇനിയും വരും, കാണണേ. ആ ശരി. ഹലോ. ഇല്ല മോനെ, ഇന്നത്തെ കച്ചവടം കഴിഞ്ഞ്. കുടിയന്മാരെ കൊണ്ടുള്ളൊരു ശല്യം.